Hi, this is Ramya Girija. Welcome to another episode of Little Stories that Inspire You. എല്ലുവേദന പോലെയല്ല പല്ലുവേദന. ആ വേദന വന്നിട്ടുള്ളവർക്ക് അത് തിരിച്ചറിയാം. പല്ലുവേദന വരുമ്പം ആണോ നമുക്കൊരു ഡെന്റിസ്റ്റിന്റെ ആവശ്യം? ഒരിക്കലും അല്ല. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതിൽ അദ്ദേഹത്തിന് ഫ്രണ്ടിലുള്ള പല്ലുകൾ നഷ്ടപ്പെടുകയും ബാക്കിയുള്ള പല്ലുകൾക്ക് ചെറിയ ഡാമേജ് ഉണ്ടാവുകയും ചെയ്തു. ഇത് കൂടാതെ മുഖത്ത് ചെറിയ ഫ്രാക്ചേഴ്സും വന്നു. അന്നാണ് ഞാൻ ആദ്യമായി മാക്സിലോഫേഷ്യൽ സർജൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്നത്. ഇന്ന് നമ്മളുടെ ലിറ്റിൽ സ്റ്റോറീസിൽ തിരുവനന്തപുരത്ത് തന്നെ വളരെ പ്രശസ്തനായ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജനായ ഡോക്ടർ ജോർജി പി സക്കറിയയാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ലിറ്റിൽ സ്റ്റോറീസ്. മാക്സിലോഫേഷ്യൽ സർജറിയെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ ഇരിക്കുന്നത് ഒരു മാക്സിലോഫേഷ്യൽ സർജറിയിലെ റാങ്ക് ഹോൾഡറിൻ്റെ മുന്നിലാണ്. ഇത് കൂടാതെ റോയൽ കോളേജിൻ്റെ 4 മെമ്പർഷിപ്പ് ഡിഗ്രി ലഭിച്ചിട്ടുള്ള ആളാണ്. പിന്നെ MBA ചെയ്തിട്ടുണ്ട് ബിറ്റ്സ് പിലാനിയിൽ നിന്നും. പിന്നെ ഇപ്പോൾ PhD ചെയ്യുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ ജേർണീനെ താങ്കൾ നോക്കിക്കാണുന്നത്? എഡ്യൂക്കേഷൻ ജേർണി ആസ് എൻ വാസ് വെരി ഹാപ്പനിങ് ഓൾ ത്രൂ ഔട്ട് ദി ഇയേഴ്സ്. പക്ഷേ ബേസിക് ഡിഗ്രി അല്ലെങ്കിൽ ബേസിക് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഡെന്റിസ്ട്രിയിലായിരുന്നു. സോ അതിനുശേഷം മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഇൻ റൈറ്റിംഗ് ദ എൻട്രൻസ്. സോ ദാറ്റ് വാസ് ആക്ച്വലി ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ട് MDS ഇൻ ഓറൽ മാക്സിലോഫേഷ്യൽ സർജറി ആൻഡ് ഓവർ ആൻഡ് അബവ് ദാറ്റ് അഡീഷണൽ ഡിഗ്രീസ് ഓഫ് ക്വാളിഫിക്കേഷൻസ് പിന്നെ റോയൽ കോളേജ് എക്സാംസ് ക്ലിയർ ചെയ്യുകയായിരുന്നു. ആൻഡ് ഐ വാസ് ഓൾവേസ് പാഷനേറ്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ബിക്കോസ് I don't know, I have previously also tried for the civil service exam. So അത് കിട്ടാതെ പോയോണ്ടായിരിക്കാം ഒരു പക്ഷേ administration എന്നും എൻ്റെ ഒരു പാഷൻ തന്നെയായിരുന്നു. So that is why I pursued my MBA in BITS Pilani. And PhD as in നമുക്കൊരു ഫീൽഡിൽ എത്താൻ പറ്റുന്ന ഏറ്റവും ഒരു ഹയസ്റ്റ് അക്കാഡമിക് എപ്പിറ്റോമാണ്. So if you want to teach abroad or if you want to be recognized abroad as a professor on an international level, ഈ PhD അനിവാര്യമാണ്. So that is why we are going behind all this step by step. I know it is a long haul, but it was indeed very entertaining and happening as well. Okay. അപ്പോൾ നോർമലി BDS എടുത്തു കഴിഞ്ഞാൽ പല മേഖലകളിലേക്കും, അതായത് പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു ഇത് തെരഞ്ഞെടുത്തതാണോ അതോ ആക്സിഡൻ്റലി ഇതിലേക്ക് വന്നതാണോ? താങ്ക് യു രമ്യ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. BDS പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ ഓരോ സ്പെഷ്യാലിറ്റി വൈസ് പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയത് ആക്ച്വലി ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ എൻ്റെ പ്രൊഫസർ ആൻഡ് HOD ആയിരുന്നു സൂരജ് സാറാണ് ആക്ച്വലി എൻ്റെ ഇൻസ്പിറേഷൻ. സോ സാറിനെ കണ്ട് സാർ ചെയ്യുന്ന സർജറീസും കണ്ടാണ് ആക്ച്വലി ഐ ഡിസൈഡഡ് ദാറ്റ് ഇഫ് ഐ ആം ബിക്കമിങ് എ സ്പെഷ്യലിസ്റ്റ് ഇറ്റ് വിൽ ബി പ്യുവർലി ഇൻ മാക്സിലോഫേഷ്യൽ സർജറി എന്നുള്ള ഒരു ഡിസിഷൻ ഇൻ മൈ ഗ്രാജുവേറ്റ് ഇയേഴ്സ് തന്നെ ആസ് എ സ്റ്റുഡൻറ് ഇറ്റ്സെൽഫ് ഇറ്റ് വാസ് ഫിക്സ്ഡ് ഇൻ മീ. സോ that is how I became a maxillofacial surgeon purely out of passion. Okay. ഈ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഇതിന്റെ വ്യത്യാസം? സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് തിരിച്ചറിവില്ല. കാരണം ഒരു പല്ലുവേദന വരുമ്പോഴാണ് പല ആൾക്കാരും ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോകുന്നത്. അപ്പം ശരിക്കും എന്താണ് ഈ പറയുന്നതിന്റെ വ്യത്യാസം? ഓക്കെ, ആ വേർഡിൽ തന്നെ ആക്ച്വലി എൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. അപ്പം നമുക്ക് ആ വേർഡിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്കൊന്ന് വായിക്കാം. ഓറൽ ആസ് ഇൻ മൗത്ത്, maxillo as in jaws, facial as in face, surgery as in surgery. സോ മലയാളത്തിൽ പറയാം വായ്മുഖ ശസ്ത്രക്രിയ വിഭാഗം എന്നാണ് നമ്മളിതിനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. സോ വാട്ട് എവർ സർജിക്കൽ പ്രൊസീജിയർ നമ്മുടെ വായിലോ നമ്മുടെ അപ്പർ ആൻഡ് ലോവർ ജോസിലോ മുഖത്തോ വരുന്നതായിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. ഇതിൽ പിന്നെയും തന്നെ കുറച്ച് വകഭേദങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വിസ്ഡം ടൂത്ത്, ഇമ്പാക്റ്റഡ് വിസ്ഡം ടൂത്ത് ഓർ മൈനർ സിസ്റ്റുകൾ, ട്യൂമേഴ്സ് അതുപോലത്തെ കാര്യങ്ങൾ വായിൽ റിമൂവ് ചെയ്യുന്നത് തൊട്ട് നമുക്ക് ആക്സിഡൻസ് പറ്റി ഫേഷ്യൽ ഫ്രാക്ചേഴ്സ് എന്നുവെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫേഷ്യൽ ബോൺസ് ഫ്രാക്ചർ ആവുക, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ മറ്റു റോഡ് ട്രാഫിക് ആക്സിഡൻസിലോ സംഭവിക്കുന്ന ഫ്രാക്ചേഴ്സ് ഡീൽ ചെയ്യുന്നത്. ദെൻ ഓർത്തോഗ്നാറ്റിക് സർജറി, ദാറ്റ് ഇസ് അനദർ ഹാപ്പനിങ് ഫീൽഡ്. ദാറ്റ് ഇസ് അപ്പർ ഓർ ലോവർ ജോ കൂടുതൽ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ പ്രൊട്രൂഡോ റെട്രൂഡോ ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിനെ സർജറി ചെയ്യുന്നത് കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ബർത്ത് ഡിഫക്ട്സുമായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ഫോർ എക്സാമ്പിൾ ക്ലെഫ്റ്റ് ലിപ്റ്റ്, ക്ലെഫ്റ്റ് പാലറ്റ് അതുപോലത്തെ സർജറീസ് ചെയ്യുന്നത്. ദെൻ ഇൻ ടു ദ ന്യൂവർ ഫേസ് കുറച്ച് കോസ്മെറ്റിക്, അതായത് ബോട്ടോക്സ്, ഫില്ലേഴ്സ് അതുപോലത്തെ മേഖലകളും അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റും ഒരു പരിധിവരെ മാക്സിലോഫേഷ്യൽ സർജറിയുടെ പരിധിയിൽ പെടുന്നതാണ്. സോ ആ ഒരു വാക്കിൽ തന്നെ ഒത്തിരി മൾട്ടിപ്പിൾ സബ് ഏരിയാസ് വീണ്ടും എൻകംപാസ് ചെയ്ത് വരുന്നുണ്ട്.
ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ആ വാക്ക് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു സാധാരണക്കാരന് അറിയാമെന്ന്. മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയുമ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല. ഇപ്പോൾ താങ്കൾ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന ഒരു പോസ്റ്റിൽ ഓൺ ഡിമാൻഡ് വർക്ക് ചെയ്യുകയാണ് എന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ഈ പറയുന്ന മാക്സിലോഫേഷ്യൽ സർജൻ എന്ന് പറയുന്നൊരു വിഭാഗവും അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു മേഖലയും മാനേജ് ചെയ്യുന്നത്? സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഞാൻ മാൽദീവ്സിലാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ പോസ്റ്റിലേക്ക് വന്നത്. സോ ഇനിഷ്യലി ഐ വെന്റ് ദെയർ ആസ് എ കൺസൾട്ടന്റ്. സോ കൺസൾട്ടന്റ് ആയിട്ട് പോകുമ്പോൾ മാൽദീവ്സിന്റെ നോർത്തേൺ സോണിൽ കുൽദുഫുഷി എന്ന് പറയുന്ന ഐലൻഡിൽ ദാറ്റ് ഈസ് ആക്ച്വലി ഹാവിംഗ് ഒരു മാൽദീവ്സിന്റെ 1/3 പോപ്പുലേഷൻ താമസിക്കുന്ന ഒരു ഏരിയയാണ് നോർത്തേൺ സോൺ എന്ന് പറയുന്നത്. അവിടുത്തെ റീജിയണൽ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന സർവീസസ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്പെഷ്യാലിറ്റി സ്റ്റാർട്ടിംഗ് ആയിട്ട് തുടങ്ങുകയായിരുന്നു എൻ്റെ മിഷൻ എന്ന് പറയുന്നത്. സോ ആസ് ആൻഡ് വെൻ നമ്മളൊരു സ്പെഷ്യാലിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് പ്രാക്ടീസസിൽ പോയി വർക്ക് ചെയ്യുന്നതിൻ്റെ അത്രയും സിമ്പിൾ അല്ല. സോ ദർ ആർ ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ്, ഇൻഫ്രാസ്ട്രക്ചറൽ കാര്യങ്ങൾ ഇത് കൊണ്ടുവരുന്നത് തൊട്ട് ഇറ്റ് വാസ് ആക്ച്വലി മോർ ഓഫ് എ കോംപ്ലിക്കേറ്റഡ് ഗെയിം. സോ അതിൽ കൂടുതൽ ഇൻവോൾവ് ആയപ്പോഴാണ് ആക്ച്വലി ഈ ഒരു പൊട്ടൻഷ്യൽ ലൈക്ക് ദിസ് ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ഹെഡ് ചെയ്യത്തക്ക രീതിയിൽ the role was offered to me, and initially I was a bit reluctant to take it up, and then it was actually what do you call, more or less selected, and then it was more or less given to me, and it was a very good opportunity. So ഇതിൽ വരുന്ന ഇഷ്യൂ ഓർ വരുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു ബാലൻസ് ദ ടു റോൾസ്, ദാറ്റ് ഇസ് വൺ ആസ് എ ക്ലിനിഷ്യൻ ആൻഡ് വൺ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ. സോ ബോത്ത് ആർ ഈക്വലി important and yet different also. As a clinician എന്ന് പറയുമ്പോൾ it will be more interaction with patient interaction, then patient satisfaction, then giving the right treatment, proper diagnosis, അതുപോലത്തെ ഒരു ക്ലിനിക്കൽ മേഖലയും. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ it will actually involve the top to the bottom of the hospital. For example, ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഇൻട്രാക്ഷൻ തൊട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഒരു മിനിസ്ട്രി ഒഫീഷ്യൽ നമ്മളെ വിളിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഓർ an ഇൻട്രാക്ഷൻ ചോദിക്കുന്നത് വരെ. സോ ഫ്രാങ്ക്ലി ഈ ഡയറക്ടർ പോസ്റ്റ് ഗേവ് മി എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് വാട്ട് ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ലുക്സ്. സോ നമുക്ക് നാളെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു വെഞ്ചർ ഓൾറെഡി ഒരു ഓണ്ടർപ്രണർ ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സോ അത് ഒന്ന് സ്കെയിൽ അപ്പ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി ഗിവിംഗ് എ വെരി ഗുഡ് വിസിബിലിറ്റി ആൻഡ് എ ഗുഡ് എക്സ്പീരിയൻസ് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇൻ ടേംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഞാൻ അടുത്തിടെ ഒരു ഡെൻ്റൽ ഒരു ഇഷ്യൂമായിട്ട് ക്ലിനിക്കിൽ ചെന്ന സമയത്ത് അവരൊരു ഇംപ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു. ശരിക്കും അവരത് പറഞ്ഞെങ്കിലും എനിക്കത് റൈറ്റ് സെൻസിൽ റിസീവ് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം അതിനെക്കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ പോയി. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഡെൻ്റൽ ഇംപ്ലാന്റ് എന്നൊക്കെ പറയുന്നത്? ഓക്കെ, നമുക്ക് ഒരു ടൂത്ത് ഫോളോ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കൊരു ടൂത്ത് ലോസ് വന്നു കഴിഞ്ഞാൽ ആ ടൂത്തിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. സോ വളരെ പണ്ടുണ്ടായിരുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കായിരുന്നു. സോ ലേറ്റർ ഓൺ ദിസ് ഇംപ്ലാന്റ് ടെക്നിക് കെയിം ഇൻ ടു പ്രാക്ടീസ്. സോ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ നെയിം സജസ്റ്റ് ഒരു ടൈറ്റാനിയം സ്ക്രൂ ആണ് ബോണിലേക്ക് സ്ക്രൂ ചെയ്ത് അഥവാ ഇംപ്ലാന്റ് ചെയ്ത് വെക്കുന്നത്. സോ ഈ ടൈറ്റാനിയം സ്ക്രൂവിൻ്റെ പുറത്തേക്ക് പല്ലിൻ്റെ വേരിന് പകരം ആ സ്ക്രൂ അവിടെ ഇരിക്കും. ആ സ്ക്രൂവിൻ്റെ പുറത്തേക്ക് പല്ലിൻ്റെ പുറത്തുള്ള സൂപ്പർ സ്ട്രക്ചർ അഥവാ ക്രൗൺ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് ആക്ച്വലി വാട്ട് മീൻസ് ബൈ ഇംപ്ലാന്റ്, ആൻഡ് ഇറ്റ് ഇസ് എ മീൻസ് ഓഫ് ടൂത്ത് റീപ്ലേസ്മെന്റ് ആൻഡ് ദ ലീസ്റ്റ് ഇൻവേസീവ് ആൻഡ് ദ ബെസ്റ്റ് വൺ ടു ഡു ഇൻ ദിസ് ഇയർ. ഓക്കെ, പല ഡെൻ്റൽ ക്ലിനിക്കിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡെൻ്റൽ ക്ലിനിക്കിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഉണ്ടാവുന്ന ഒരു കൺസേൺ മറ്റൊരാളുടെ ഇതിൽ ഉപയോഗിച്ച സാധനമാണോ നമ്മളുടെ വായിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. കാരണം അവർ യൂസ് ചെയ്തിട്ട് ഒരു വെസൽ പോലത്തെ ഒരു സാധനത്തിൻ്റെ അകത്ത് ഇടുകയും പിന്നീട് അതിൽ നിന്ന് എടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഇത് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ക്ലിനിക്കുകളിൽ പാലിക്കുന്നുണ്ടോ? ഇത് ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇപ്പം രമ്യ ചോദിച്ച ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടലി ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇതിനകത്തെല്ലാം വേൾഡ് വൈഡും നാഷണൽ ലെവലിലും സെറ്റ് ചെയ്തേക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്. ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ഡെൻ്റൽ ക്ലിനിക്സ്, ഹോസ്പിറ്റൽസിന് മറ്റൊരു ലെവലിൽ, ഇപ്പം പോളി ക്ലിനിക്സ്, മെഡിക്കൽ ക്ലിനിക്സ് അതിന് മറ്റൊരു ലെവലിൽ, ഡെൻ്റൽ ക്ലിനിക്സിനും അതിന് നിഷ്കർഷിച്ചേക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട് വാസ്തവത്തിൽ. സോ ഇൻ എനി പ്ലേസ് അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സെൻറ്റർ ആണെങ്കിൽ definitely whatever that is used on you will not be used on another patient. Okay. And അത് സ്ട്രിക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് പൗച്ച് ചെയ്ത് ഓട്ടോക്ലേവ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ലേബിൾ ചെയ്താണ്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ക്ലിനിക് ആക്ച്വലി പട്ടത്താണുള്ളത്. സോ ദർ ഗുഡ് സിസ്റ്റം ആൻഡ് എ പ്രോസസ് ഇസ് എക്സിസ്റ്റിംഗ്. സോ ഇപ്പം ഓഫ് ഹാൻഡ് ആയിട്ട് ഇപ്പോൾ അവർ എവിടെ ഏത് സമയത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പൗച്ചിങ്, ഓട്ടോക്ലേവിംഗ് ആൻഡ് പാക്കിംഗ് പ്രൊസീജിയേഴ്സ് വെരി സ്ട്രിക്ട്ലി ഫോളോ. സോ ഐ ക്യാൻ അഷ്വർ യു അങ്ങനെ വേറൊരാളുടെ മേത്ത് ഉപയോഗിച്ച ഒരു സാധനം ഒരിക്കലും താങ്കളുടെ മേത്ത് വരില്ല. സോ യു ക്യാൻ ട്രസ്റ്റ് ഓൺ ദാറ്റ്. ഞാനത് ചോദിക്കാൻ കാരണം നമുക്ക് അങ്ങനെ ഒരു കൺസേൺ സാധാരണ വരാറുണ്ട് പല ക്ലിനിക്കിലും പോകുന്ന സമയത്ത്.
പിന്നെ ഇപ്പം മാക്സിലോഫേഷ്യൽ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം താങ്കൾക്ക് ഒരു ക്ലിനിക്ക് ഉണ്ട്, വളരെ പ്രശസ്തമായ ഒരു ക്ലിനിക്ക് ട്രിവാൻഡ്രത്തുണ്ട് എന്നറിയാം. അപ്പോൾ ഈ മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആക്സിഡന്റോ എന്തെങ്കിലും പറ്റുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ഡെന്റൽ ക്ലിനിക്കിലേക്ക് വരില്ല, മറിച്ച് നമ്മളൊരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു ഡെന്റൽ ക്ലിനിക്ക് നടത്തുന്ന സമയത്ത് ഈ പറയുന്ന ആക്സിഡന്റ് വന്ന ഒരാൾ ഡയറക്ട്ലി ഹോസ്പിറ്റലുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഒരു മാക്സിലോഫേഷ്യൽ സർജനെ, അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് നടത്തുമ്പോൾ അതെങ്ങനെയാണ് താങ്കൾ മാനേജ് ചെയ്യുന്നത്? സോ നമ്മൾ സർജറീസ് പറയുമ്പോൾ അതിനകത്ത് എലക്റ്റീവ് ആൻഡ് എമർജൻസി എന്ന് നമുക്ക് വിശേഷിക്കാം. എലക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രമ്യ ഒരു കോസ്മെറ്റിക് റീസൺ എൻ്റെ അടുത്ത് വന്നു. സോ ദാറ്റ് വിൽ ബി ഓൾവേസ് എ പ്ലാൻഡ് കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ വരെ നമ്മൾ സർജറി പ്ലാൻ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. സോ ദാറ്റ് ഇസ് എൻ എലക്റ്റീവ് സർജറി. അതുപോലെ നമുക്ക് എമർജൻസി കേസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഒരു മാക്സിലോഫേഷ്യൽ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അത് മാത്രമായിരിക്കില്ല, മറ്റ് ജനറൽ സർജിക്കൽ ഇഞ്ചുറീസ് ഉണ്ടാവാം, ഓർത്തോപെഡിക് ഇഞ്ചുറീസ് ഉണ്ടാവാം. സിൻസ് നമ്മുടെ മുഖം എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിനോട് ഒരുപാട് അടുത്തായതുകൊണ്ട് ന്യൂറോ ഇഞ്ചുറീസ് കൺകോമിനന്റ് ആയിട്ട് ഉണ്ടാകും. സോ നമ്മൾ ഈ മാക്സിലോഫേഷ്യൽ സർജന്റെ പ്രാക്ടീസ് ഇസ് നോട്ട് ഓൺലി കൺഫൈൻഡ് ടു എ ക്ലിനിക് ബട്ട് ഓൾസോ ഇറ്റ് ഇസ് ആക്ച്വലി ഹോസ്പിറ്റൽ ബേസ്ഡ്. സോ ക്ലിനിക്കിൽ നടക്കുന്നത് മിക്കതും എലക്റ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഇതുപോലത്തെ എമർജൻസി ആക്സിഡന്റ് കേസസ് എല്ലാം ഇതുപോലെ ഹോസ്പിറ്റൽ ബേസിസിലായിരിക്കും നടക്കുന്നത്. So in every good hospital there will be good maxillofacial surgeons associated, and if the need is there നമ്മളെ ആ ഒരു particular case attend ചെയ്യാൻ വേണ്ടി വിളിക്കുകയും പിന്നെ എമർജൻസി ബേസിസിൽ ആ സർജറി പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ 10 വർഷത്തിൽ കൂടുതൽ താങ്കൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് എനിക്കറിയാം. ഇതിൽ ഈ ഒരു 10 വർഷ കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കരമായ ടെക്നോളജീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് എല്ലാ ഫീൽഡുകളിലും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈ പറയുന്ന ഒരു ഫീൽഡിൽ എങ്ങനെയാണ് ഈ ടെക്നോളജിയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ വന്നിരിക്കുന്നത്? ആഫ്റ്റർ ഡെന്റിസ്ട്രി ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഡിക്കേഡ് ആവുന്നു. സോ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വന്നു വരുന്ന ഒരു അഡീഷൻ ഇൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒന്ന് വെർച്വൽ ഇംപ്രഷൻ മേക്കിംഗ്. കാരണം പണ്ട് ക്ലിനിക്കിൽ പോകുമ്പോൾ നമുക്ക് പല്ലിന്റെ അളവെടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ആക്ച്വലി ഒരു മാവ് പോലെ ഒരു സാധനം വെച്ച് മുഖത്തെല്ലാം പറ്റിച്ച് ഒരു ഇംപ്രഷൻ എടുക്കുക എന്നുള്ള ഒരു രീതിയാണ്. പക്ഷെ ഇപ്പം ഇൻട്രാറൽ സ്കാനേഴ്സിന്റെ ഒരു അഡ്വന്റ് എന്ന് വെച്ചാൽ 3D മോഡൽസ് തന്നെ വെർച്വൽ 3D മോഡൽ ക്രിയേറ്റ് ചെയ്ത് ആ 3D മോഡൽ പിന്നെ ലാബിലേക്ക് ഡയറക്റ്റ്ലി സെൻഡ് ചെയ്യുന്ന ഒരു രീതിയായിട്ട്. ആൻഡ് ഇൻ സർജിക്കൽ പ്ലാനിങ് നമുക്ക് 3 ഡയമെൻഷണൽ ഡേറ്റ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താങ്കളുടെ CT ഡേറ്റ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്ത ഒരു 3D മോഡൽ ഉണ്ടാക്കി അതിൽ മോക്ക് സർജറി ചെയ്ത് നമുക്ക് സർജറി ചെയ്യുമ്പോൾ കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യുന്ന 3D സ്റ്റെൻറ്റുകൾ അവൈലബിൾ ആക്കി അത് റിയൽ ടൈമിൽ പേഷ്യൻ്റെ പുറത്ത് വെച്ച് ഗൈഡഡ് സർജറി ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ആൻഡ് അഫ്കോഴ്സ് ഇൻ ഹയർ സെന്റർ സർജിക്കൽ നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു വളരെ നൂതനമായ ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അത് അധികം നൂതനം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഒരു 5 to 10 years ആയിട്ട് അത് ഇറ്റ് ഇസ് ഇൻ എക്സിസ്റ്റൻസ്. ബട്ട് ഈവൻ ദെൻ നമ്മുടെ CT ഡേറ്റയിൽ നമ്മുടെ ഫേസിലുള്ള അനാറ്റമിക് ലാൻഡ്മാർക്സുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണിന്റെ ഫ്ലോർ ആണ് ഫ്രാക്ചർഡ് എന്നിരിക്കട്ടെ, കണ്ണിന്റെ കൺതടാകം എന്ന് നമുക്ക് പറയാം, അതിന്റെ ഫ്ലോർ ആണ് ഫ്രാക്ചർഡ് എങ്കിൽ നമ്മുടെ ഐ ബോളിന്റെ എത്രത്തോളം പുറയിലേക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് കടക്കുന്നു എന്നുള്ളത് 3 ഡയമെൻഷനിൽ വ്യൂ ചെയ്യാനുള്ള റിയൽ ടൈമിൽ വ്യൂ ചെയ്യാനുള്ള മാർഗങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. സോ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദെൻ ഈ 3D ഓഗ്മെന്റേഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സാധനങ്ങൾ ഇൻ റിസർച്ച് ആണ്. സോ എവറിത്തിങ് ഈസ് ഗെറ്റിംഗ് ആഡഡ് ബൈ ടെക്നോളജി. സോ ആ ഒരു അഡീഷൻ ഇസ് ഓൾവേസ് ദെയർ ഇൻ സർജറി ഓൾസോ. തിരുവനന്തപുരത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെന്റൽ ക്ലിനിക് ഉണ്ട്. പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ തന്നെ ഡെന്റൽ ക്ലിനിക്കിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് ആസ് എ പാർട്ട് ടൈം ജോബ്. അപ്പം ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ക്ലിനിക്സ് ഉള്ള ഒരു സ്ഥലത്ത് താങ്കൾക്കും ക്ലിനിക്കുണ്ട്. എന്താണ് മറ്റുള്ള ക്ലിനിക്കിൽ നിന്ന് താങ്കളുടെ ക്ലിനിക്ക് വ്യത്യസ്തമാകുന്നത്? ഓക്കെ, സോ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് there are a lot of clinics, not just in Trivandrum. ഇന്ത്യയിൽ ഇപ്പം നമ്മളൊരു ജംഗ്ഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാർബർ ഷോപ്പിന് അത്രയും തന്നെ ഡെന്റൽ ക്ലിനിക്സും ഉണ്ടെന്ന് പറയാം. സോ ഇതിനകത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ സർവീസ് കൊടുക്കണമെങ്കിൽ വി ഹാവ് ടു ഹാവ് സംതിങ് ദാറ്റ് ഇസ് യുണീക്ക് അല്ലേ? രമ്യ ഇപ്പോൾ ചോദിച്ചത്. സോ രമ്യ നേരത്തെ ചോദിച്ച ഒരു കൺസേൺ എന്തായിരുന്നു? കാരണം നമുക്ക് യൂസ്ഡ് ഓർ കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് വരുമോ എന്നുള്ളതാണ്. സോ എൻ്റെ ക്ലിനിക്കിൽ ഐ ക്യാൻ അഷ്വർ യു ഈ സ്റ്റെറിലൈസേഷൻ പ്രോട്ടോകോൾസ്, ഡിസിൻഫെക്ഷൻ പ്രോട്ടോകോൾസ് എല്ലാം വളരെ കറക്റ്റായിട്ട് പാലിക്കപ്പെടുന്നവയാണ്. സോ സ്റ്റെറൈൽ ആൻഡ് properly packed and autoclaved instruments is actually one thing that I can offer. Secondly, രണ്ടാമത് ഇപ്പം എൻ്റെ ക്ലിനിക്കിൽ മാത്രമല്ല മറ്റ് നല്ല എല്ലാ ക്ലിനിക്കുകളിലും ഫോളോ ചെയ്ത് വരുന്ന ഒന്നാണ് സ്പെഷ്യാലിറ്റി പ്രാക്ടീസ്. സോ ഈ ഡെന്റിസ്ട്രിയിൽ തന്നെ 8 or 9 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, സബ് സ്പെഷ്യാലിറ്റീസ്. സോ ഇഫ് രമ്യ ഇഫ് യു ആർ കമ്മിങ് ഫോർ എ ട്രീറ്റ്മെന്റ്, ഇപ്പോൾ റൂട്ട് കനാൽ ആണ് ഇൻഡിക്കേറ്റഡ് എന്നിരിക്കട്ടെ. സോ ദ റൂട്ട് കനാൽ വിൽ ബി ഡൺ ബൈ എൻ എൻഡോഡോണ്ടിസ്റ്റ്. ആൻഡ് അതിൻ്റെ പുറത്തൊരു ക്രൗൺ വെക്കണം തീർച്ചയായും. ആൻഡ് ദാറ്റ് വിൽ ബി ഡൺ ബൈ എ പ്രോസ്റ്റോഡോണ്ടിസ്റ്റ്. And you don't have to come multiple times for it. So ഓരോ
പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ട്രീറ്റ്മെന്റ് അതാത് സ്പെഷ്യലിസ്റ്റിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു യുണീക്നെസ് എന്ന് പറയാം. ഓക്കെ, സാധാരണക്കാർക്ക് ഒരു ഡെന്റൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സാധാരണ നമ്മൾ എല്ലാവരും ബ്രഷ് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ലാതെ എന്താണ് സാധാരണക്കാർക്ക് ഒരു ഡെന്റൽ കെയറിനെ കുറിച്ച് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? In one line, get a dental checkup every 6 months. Okay. As Westerners do, get it every 6 months, problem solved. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്മൈൽ കറക്ഷൻ എന്ന് പറഞ്ഞ് പല ക്ലിനിക്കിന്റെയും ഫ്രണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മിക്കവാറും ഉള്ള ക്ലിനിക്കിന്റെ ഫ്രണ്ടിലൊക്കെ കാണാറുണ്ട് സ്മൈൽ കറക്ഷൻ. ശരിക്കും ഒരാളുടെ സ്മൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഒരു സ്മൈൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ആക്ച്വലി എൻകംപാസസ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഒന്ന്, നമ്മുടെ ലിപ്സ് ആവാം, ചിരിക്കുമ്പോൾ നമ്മുടെ ലിപ്സ് എത്രത്തോളം മൂവ് ചെയ്യുന്നു എന്നുള്ളതാകാം, എത്രത്തോളം പല്ല് കാണുന്നു എന്നുള്ളതാണ്. സോ ഇതിനകത്ത് ഈ ഓരോ ഫാക്ടറിലും നമുക്ക് കറക്ഷൻസ് പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ലിപ്പിന്റെ വിസിബിലിറ്റി, അഗെയിൻ ബോട്ടോക്സ്, ഫില്ലേഴ്സ് അതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെയിൻലി ബോട്ടോക്സ് നമുക്ക് ലിപ്പിന്റെ ഡിഗ്രി ഓഫ് വിസിബിലിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലിപ്പ് തിക്നെസ്, അഗെയിൻ ഫില്ലേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്ലി, ദെൻ തേർഡ്ലി ഇത്രയും ലിപ്പിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് അകത്തുള്ള ടീത്തിന്റെ കാര്യം പറയാം. ടീത്തിന്റെ ആംഗുലേഷൻ, ടീത്തിന്റെ കോൺടൂർ, ദ ഷെയ്ഡ് ഓഫ് ദ ടൂത്ത്, ഓരോന്നും നമുക്ക് വെനീഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. സോ സ്മൈൽ കറക്ഷൻ എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ ഒരു സ്മൈൽ എൻഹാൻസ്മെന്റ് എന്നുള്ള വാക്കായിരിക്കാം ഒരു പക്ഷേ കുറച്ചുകൂടെ തന്നെ. സോ യെസ്, ഇറ്റ് ഇസ് പോസിബിൾ. ഓരോ കാലഘട്ടത്തിലും ഡെന്റൽ കെയർ ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പോൾ ഒരു ഡെന്റൽ ഹെൽത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? Actually, dental health is actually I would say it is one of the most important areas. കാരണം നല്ല പല്ലുണ്ടെങ്കിലല്ലേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ആൻഡ് മൾട്ടിപ്പിൾ സിസ്റ്റമിക് കണ്ടീഷൻസ്, അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ജനറൽ കണ്ടീഷൻസിന്റെ പല മാനിഫെസ്റ്റേഷൻസും ഇനിഷ്യലി ആദ്യം വായിലാണ് കണ്ടുവരുന്നത്. സോ നമുക്ക് പല കണ്ടീഷൻസും ഏർലി ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഒരു പീരിയോഡിക് ഡെന്റൽ ചെക്കപ്പ് ഉണ്ടെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡെന്റൽ സർജൻ ആണെങ്കിൽ തീർച്ചയായിട്ടും പല സിസ്റ്റമിക് കണ്ടീഷൻസും നമുക്ക് ഏർലി ഡിറ്റക്ഷൻ സാധിക്കുന്നതാണ്. ഇൻഫാക്ട് ദാറ്റ് ഇസ് വൈ ഐ ഏർലിയർ സ്ട്രെസ്ഡ് എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ഡെന്റൽ ചെക്കപ്പ് അനിവാര്യമാണ്. ഇപ്പം വെസ്റ്റേൺ കൺട്രീസ് ആർ ബ്രിട്ടൻ അതുപോലത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആക്ച്വലി കവേർഡ് ബൈ ഇൻഷുറൻസ് ആൻഡ് ദാറ്റ് ഇസ് ഡൺ ബൈ ഡിഫോൾട്ട് എവറി 6 months ഡെന്റൽ ചെക്കപ്പ് എന്ന് പറയും. ബട്ട് ഇൻ ആ പ്ലേസ് മേ ബി അതൊരു ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പലപ്പോഴും അത് അത്രയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. ബട്ട് എലക്റ്റീവായിട്ടൊരു ചെക്കപ്പ് എപ്പോഴും ഒരു 6 മാസത്തേക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ 6 മാസത്തിൽ ഒരിക്കലും നമ്മൾ ചെക്കപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ താങ്കളുടെ ക്ലിനിക്ക് ഇത്രയും നാളുകളായിട്ട് നടത്തി വരുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഡെന്റൽ ഇഷ്യൂ ഇല്ലാണ്ട് അല്ലാതെ ചെക്കപ്പിന് വരുന്ന ആൾക്കാരുണ്ടോ ഇന്ന്? തീർച്ചയായിട്ടും ഒരുപാട് പേര് അങ്ങനെ വരുന്നവരുണ്ട്. പീരിയോഡിക് ഡെന്റൽ ചെക്കപ്പ് റെഗുലറായിട്ട് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ട്. ആൻഡ് വൺ തിങ് ദാറ്റ് വി ഓഫർ ഇസ് നമ്മുടെ തന്നെ പേഷ്യൻസ് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നവരാണെങ്കിൽ പോലും വി സ്കെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്സ് എവറി 6 months, 1 year, 1.5 years ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്മളത് പിന്നെ നമ്മുടെ അടുത്തുനിന്ന് തന്നെ വിളിച്ചത് ചോദിച്ചാൽ ഫോളോ ഇറ്റ് അപ്പ് ആസ് വെൽ. ഓക്കെ, ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജോർജി പി സക്കറിയ, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ആണ്. ഈ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായിരുന്ന ധാരണ ഇപ്പോഴാണ് കറക്റ്റായിട്ട് മാറിയത്. നിങ്ങൾക്കും അങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെന്റൽ ഹൈജീനെ കുറിച്ചും ഡെന്റൽ ഹെൽത്തിനെ കുറിച്ചും നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് അദ്ദേഹം തന്നത്. ലിറ്റിൽ സ്റ്റോറീസിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു.